ശ്രീനാരായണ ഗുരു ദർശനമാണ് ഭാരതത്തെ നയിക്കുന്നതെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നവഭാരതത്തിന്റെ അടിത്തറ ഗുരുദർശനമാണെന്നും ഗുരുദേവന്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ടാണ് തന്റെ സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. ശ്രീനാരായണ ഗുരു മഹാത്മാഗാന്ധിയും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയുടെ 100ാം വാർഷികാഘോഷ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ഭാരതത്തിന്റെ മഹാനായ പുത്രനാണെന്നാണ് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ പ്രകീർത്തിച്ചത്. ഡൽഹി വിഗ്യാൻ ഭവനിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി പ്രസംഗം ആരംഭിച്ചത് മലയാളത്തിൽ. എന്റെ എല്ലാ പ്രിയപ്പെട്ട മലയാളി സഹോദരി സഹോദരന്മാർക്ക് എന്റെ വിനീതമായ നമസ്കാരം. തുടർന്ന് ശ്രീനാരായണ ഗുരുവിനെയും ഗുരുദർശനങ്ങളെയും പരാമർശിച്ച് ആഴത്തിലുള്ള പ്രസംഗം. ശ്രീനാരായണ ഗുരു ദർശനമാണ് ഭാരതത്തെ നയിക്കുന്നത്. നവഭാരതത്തിന്റെ അടിത്തറ ഗുരുദർശനമാണ്. ശ്രീനാരായണ ഗുരുവിന്റെയും മഹാത്മാഗാന്ധിയുടെയും പ്രവർത്തനം മാതൃകാപരമെന്നും പ്രധാനമന്ത്രി. 100 साल पहले हुई वो मुलाकात सामाजिक समरसता के लिए, विकसित भारत के सामूहिक लक्ष्यों के लिए आज भी ऊर्जा के बड़े स्रोत की तरह है. इस ऐतिहासिक अवसर पर मैं श्री नारायण गुरु के चरणों में प्रणाम करता हूं. मैं गांधी जी को भी अपनी श्रद्धांजलि अर्पित करता हूं. ഗുരുവും ഗാന്ധിയും തമ്മിലുള്ള കൂടിക്കാഴ്ച ഇന്നും പ്രചോദനമെന്ന് പ്രസംഗത്തിനിടെ പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. വർക്കല ദക്ഷിണേന്ത്യയിലെ കാശിയാണെന്നും ശ്രീനാരായണ ഗുരു സമൂഹത്തിന് മാർഗദർശനം നൽകിയ കർമ്മയോഗിയെന്നും അഭിപ്രായപ്പെട്ട പ്രധാനമന്ത്രി ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നത് മഹത്തായ സന്ദേശമാണെന്നും ചൂണ്ടിക്കാട്ടി. श्री नारायण गुरु का मंत्र था ओरु जाति ओरु मतम ओरु देवम मनुष्यनु. ये विचार भारत की जीवन संस्कृति का मूल है, उसका आधार है. നരേന്ദ്രമോദി ഭാരതത്തിന്റെ മഹാനായ പുത്രനാണെന്നും ഇങ്ങനെയൊരു പ്രധാനമന്ത്രി മുൻപുണ്ടായിട്ടില്ലെന്നും അധ്യക്ഷ ഭാഷണം നടത്തിയ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ. സഹോദരങ്ങളെ, ഞാൻ ഉറക്കെ പറയട്ടെ, ഇങ്ങനെയൊരു പ്രധാനമന്ത്രി നമ്മുടെ ഭാരതത്തിൽ ഉണ്ടായിട്ടില്ല. നിരവധി പ്രധാനമന്ത്രിമാർ ഭാരതം ഭരിച്ചു എങ്കിൽ തുല്യമായ കാഴ്ചപ്പാടോടുകൂടി, തുല്യമായി ഭേദചിന്തകൾക്ക് അതീതമായി അധസ്ഥിത പിന്നോക്ക ജനവിഭാഗങ്ങളെ സ്നേഹിച്ചുകൊണ്ടും എല്ലാവിധമായ മതഭേദങ്ങൾക്കും അപ്പുറത്ത് രാജ്യത്തെ കണ്ടുകൊണ്ട് രാജ്യത്തിന്റെ പുരോഗതിയാണ് ഏറ്റവും വലുത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ച് പ്രവർത്തിക്കുന്ന മഹാനായ ഒരു പ്രധാനമന്ത്രിയാണ് ഇന്ന് നമുക്ക് ഭാരതത്തിനുള്ളത്. ഓപ്പറേഷൻ സിന്ദൂറും പിന്നാക്ക വിഭാഗങ്ങൾക്കുള്ള സർക്കാരിന്റെ പ്രവർത്തനങ്ങളും നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിൽ ഇടം നേടി. ശിവഗിരി മഠത്തിലെ സന്യാസിമാരെ അടുത്തു വിളിച്ച് വിശേഷങ്ങൾ ചോദിച്ച ശേഷമാണ് പ്രധാനമന്ത്രി മടങ്ങിയത്. എസ് ശ്രീകാന്ത്, ജനം, ഡൽഹി.